മതിയാ ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാ. ഗുരുവരനാമേ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വഴിയില്ല പരമേ. അരികളിൽ നടുവിൽ വീഴുന്നൊരുക്കുന്നി പരിമള തൈലം പകരുമെൻ ശിരസിൽ. അരികളിൽ നടുവിൽ വീഴുന്നൊരുക്കുന്നി പരിമള തൈലം പകരുമെൻ ശിരസിൽ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാ. ഞങ്ങളെ സ്നേഹിക്കുന്ന പുതിയ പിതാവ്, ഞങ്ങളെ ഈ പ്രത്യേക സന്ദർഭത്തിന് വേണ്ടി നിങ്ങൾ നന്ദിയോട് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ലഭിച്ച വലിയ കൃപയും നന്മയും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്. നിങ്ങൾ നന്ദിയോട് കർത്താവ് തലമുറയായിരിക്കും ദൈവമാണ്. ഈ ദൈവത്തിൽ ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും നിങ്ങളോട് കാണിച്ച കൃപയ്ക്ക് വേണ്ടി പ്രിയ ജിജോയ്ക്ക് വേണ്ടി അതിനെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു. എല്ലാ അനുഗ്രഹവും ഹൃദയം കൊടുത്തതുകൊണ്ട് വിശേഷം വിശ്വസിക്കുവാനും കർത്താവിനെ അനുസരിക്കുവാനും കർത്താവ് കൊടുത്ത ഭാഗ്യത്തിന് വേണ്ടി വിദ്യാഭ്യാസം കൊടുത്തതുകൊണ്ട് അതിന് വേണ്ടി ജോലി നൽകിയതുകൊണ്ട് ഇതിന് വേണ്ടി കർത്താവിനെ മാനിച്ച് ജീവിപ്പാൻ കൊടുത്ത എല്ലാ ഉത്സാഹത്തിനും വേണ്ടിയും ഞങ്ങളുടെ നന്ദി. കർത്താവിൽ ആ പ്രിയ ജിജോയുടെ വിഭാഗത്തിൻ്റെ അതിനുവേണ്ടി ഞങ്ങൾ കടന്നു പോവുകയാണ്. കർത്താവിന് സാന്നിധ്യം ഞങ്ങളോടുകൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ നന്ദി. അവൻ്റെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി അവർക്ക് അവനെ നൽകുവാൻ തക്കവണ്ണം പ്രകൃതിയിലെ ദൈവത്തിന് പ്രസാദം തോന്നി. അവരെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞങ്ങൾ നന്ദിയോട് ആരോഗ്യമുള്ളവരായി വളരുവാനും വളർത്തുവാനും തക്കവണ്ണം അവരോട് കാണിച്ച കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ നന്ദിയോട് കുടുംബമായി അവരെ അനുഗ്രഹിച്ച വലിയ കൃപ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ നന്ദിയോട് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കാണിച്ച വലിയ നന്മയാണ്, സ്നേഹമാണ്, പരിപാലനമാണ്. ഞങ്ങളുടെ ഓർത്ത് നന്ദിയോട് കർത്താവ് എല്ലാ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് തരുന്നു. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരാൾ നിരാശപ്പെട്ടിട്ടില്ല, ലജ്ജിച്ചു പോയിട്ടില്ല. പിന്നെയും ഞങ്ങൾക്ക് അതിന് ധന്യമായ സാക്ഷ്യം പറയുവാൻ അനുവദിക്കുന്നത് കൊണ്ടും ഞങ്ങൾ നന്ദി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ വിവാഹ ശുശ്രൂഷകളെ ഏറ്റവും ഭംഗിയായി തീരുവാൻ അവരുടെ കുടുംബ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിനെ മാനിക്കുന്ന ഒരു കുടുംബം കൂടെ ഇവിടെ ഉണ്ടാകുവാൻ കർത്താവ് എല്ലാ കൃപയും നൽകണം. ഞങ്ങളെ തിരുമുഖത്തേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ അനേകം യാത്ര ചെയ്ത് വേണ്ടായിട്ടുണ്ട്. അവരെല്ലാ ക്ഷമത്തോടും കൂടെ എത്തുവാൻ ഇടയാക്കണം. ഞങ്ങളെ തിരുമുഖത്തേക്ക് നോക്കി. അത് മാത്രമല്ല ഇന്നത്തെ ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ ദൈവകൃപ കൊണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം. ഞങ്ങളെ തിരുമുഖത്തേക്ക് നോക്കി. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു പലരും സുവിശേഷം വിശ്വസിക്കാത്തവരാണ്. ഇന്ന് വാസ്തവമായ ഒരു കർത്താവിന്റെ മഹത്വം കാണുവാനും കർത്താവിനെ വിശ്വസിക്കുവാനുള്ള കൃപ നൽകുവാൻ തക്കണം. ആവശ്യമായ നന്മകൾ ഞങ്ങൾക്ക് താങ്ങണം. ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. ഈ ഭവനത്തെ കൃത്യങ്ങളിൽ സമർപ്പിക്കുന്നു. എന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹത്തിനും സന്തോഷത്തിനും നന്മകൾക്കും വേണ്ടി ഞങ്ങളെ നന്ദി ഓർത്തിക്കുകയും ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിനെ പുകഴ്ത്തുവാനും നന്ദി പറയുവാനും ഇങ്ങനെ ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി ഓർത്തിക്കുകയും ഞങ്ങളുടെ കർത്താവ് കരുതുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്. ഞങ്ങളുടെ ഏറ്റവും ചെറിയ ആവശ്യം പോലും അറിഞ്ഞ് അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന ആ വഴികളോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ തിരുമുഖത്തേക്ക് ആവശ്യമായ എല്ലാ കൃപയും കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്ന ആ വലിയ ദൈവങ്ങളെ കൊണ്ട് സന്തോഷിക്കുവാൻ ഇനി ഞങ്ങളെ സഹായിക്കുകയും ഇരുനാമം ഞങ്ങൾ കൂടെ മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട്
പ്പെട്ടവരും ദയവ് ചെയ്ത് ഹാളിന്റെ അകത്തേക്ക് വന്നിരിക്കാനായിട്ട് പ്രത്യേകിച്ച് താല്പര്യപ്പെട്ടുകൊള്ളു. ആന്റണി മകൻ ജിജോ ആന്റണി സെക്കൻഡറാബാദില് ഭൂപ്പടവിൽ വർഗീസ് മകൾ സ്മിത വർഗീസും തമ്മിലുള്ളതായ വിവാഹ ശുശ്രൂഷയാണ് ഇവിടെ നടത്തുവാനായിട്ട് പോകുന്നത്. ഈ വിവാഹ ശുശ്രൂഷ തികച്ചും നെല്ലിക്കുന്ന് സിയോൺ സഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നു എന്നുള്ളത് ഞാൻ സന്തോഷപുരത്തരം നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. കടന്നു നിൽക്കുന്ന എല്ലാവർക്കും കർത്താവായ നാമത്തിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ശുശ്രൂഷ ആരംഭിച്ചുകൊണ്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ ഓർഡർ ഓഫ് സർവീസ് ഈ പ്രോഗ്രാം കാലഘട്ടത്തിൽ പറയുന്നതനുസരിച്ചാണ് ഇവിടെ നടക്കുന്നതായ ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പോകുന്നത്. കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിച്ചുകൊള്ളും. ഇപ്പോൾ നമുക്ക് തിരുവഴുത്തിൽ നിന്ന് അവന് പുതിയ പാട്ട് പാടുകയും ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിക്കും. യഹോവയുടെ വചനം നേരുള്ളത്, അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തയുള്ളത്. അവൻ നീതിയും ന്യായം ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായുടെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ. ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവ ജാതികളുടെ ആലോചനയെ വ്യക്തമാക്കുന്നു. വംശങ്ങളുടെ നിരൂപണങ്ങളെ വിഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരൊക്കെയും കാണുന്നു. അവന്റെ വാസസ്ഥലത്ത് നിന്ന് സർവഭൂവാസികളെയും നോക്കുന്നു. അവനവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു. അവരുടെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോൾ ഈ പ്രോഗ്രാം കാർഡില് ആദ്യത്തെ പാട്ട് ഇപ്പോൾ ആരംഭിക്കുന്നതായിരിക്കും. വാഴ്ത്തുകന എന്നുള്ളതായ പാട്ട്. ആ പാട്ട് പാടുന്ന സമയത്ത് നിയുക്ത വരനും വധുവും അവർക്കായിരിക്കുന്ന ഈ ഇരിപ്പിടങ്ങളിലേക്ക് കടന്നു വന്ന് ഇരിക്കേണ്ടതാണ്. സോങ് നമ്പർ ആദ്യമായിട്ട് ജോർജ് സാമുവലും തുടർന്ന് TV ആന്റണി സഹോദരനും പ്രാർത്ഥനയിൽ നമ്മെ നയിച്ചിട്ടുണ്ടായിരുന്നു. അടിയങ്ങൾക്ക് അവിടെ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാം നന്ദിയും വിശ്വാസത്തിലാണ്. കരുണാസമ്പന്നനായ ദൈവം
ഞങ്ങളെ യാത്രകളൊക്കെ സൂക്ഷിച്ച് പരിപാലിച്ചു. ദീർഘയാത്രകളൊക്കെ ഈ മക്കളെ പരിപാലിച്ചുകൊണ്ടുള്ള തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അപകടങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ ലോകത്ത് ഞങ്ങൾക്ക് രാവിലെ ഇങ്ങനെ വരുവാൻ നന്ദിയോടുകൂടി നിന്റെ ഭാഗത്തിൽ പാടി നിന്നെ ആരാധിക്കാൻ അവിടുന്ന് സഹായിച്ചല്ലോ. നന്ദിയോട് തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം ഇന്ന് ഞങ്ങളെ നടത്തുവാൻ വല്ലവരായിട്ട് സ്തോത്രം. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകും. നീ ഞങ്ങൾക്ക് അമയമായിരുന്നു സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. നീ ഞങ്ങളുടെ മക്കളെ തന്നു. അവരെ ദൈവത്തിനുവാനും വിദ്യാഭ്യാസം നൽകുവാനും കർത്താവിന്റെ കൃപയിൽ അവർ പ്രതിനിധിയിലാക്കുവാൻ സഹായിക്കുന്ന സ്തോത്രം. തക്ക സമയങ്ങളിൽ അവർക്കുള്ള തുണകളെ നീ കണ്ടുപിടിച്ച് ദാനം ചെയ്യുന്ന സ്തോത്രം ചെയ്തു. ഇത് യഹോവയാൽ സംഭവിച്ച് ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി തോന്നുകയാണ്. പിതാവേ, എല്ലാ നന്ദിയും എല്ലാ പുകഴ്ചയും ഞങ്ങൾ നിന്റെ വാർത്താക്കുന്നു. കൂടുതലില്ലാത്ത മക്കൾക്കായിട്ട് സ്തോത്രം. സ്നേഹിതന്മാർക്കായിട്ട്, സുഹൃത്തുക്കളായിട്ട്, എല്ലാവർക്കായിട്ട് ഞങ്ങൾ നിന്നെ ചിന്തിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് കൂടി വരുവാൻ സ്തോത്രം. കരങ്ങളിലേക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥനയെ ഓർത്തു നിർത്താൻ ഞങ്ങളെ സഹായിച്ചു. ഇന്ന് അവരുടെ വിവാഹ രംഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ സാന്നിധ്യത്തോട് സ്തോത്രം. വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എന്നുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമായി ഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങുന്നു. ധാരാളമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹിക്കണമേ. എന്റെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. വചനത്തിലൂടെ അവിടെ ആദരിക്കണമേ. എല്ലാവരും ഇതുപോലെ വ്യക്തമായി തീർക്കുവാൻ അനാവിലേക്ക് സാന്നിധ്യം സ്തോത്രം അനുഗ്രഹിച്ച് അവിടുത്തെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വരവനായിട്ട് നൽകുവാൻ ഒരു കുടുംബത്തേക്ക് വലിയ ഞങ്ങൾക്ക് ദാനം ചെയ്തുകൊണ്ടിരുന്ന സ്തോത്രം. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും അവിടുത്തെ തിരുപ്പാത്ത് സമർപ്പിക്കുന്നു. ആണിപ്പാടുകളാണ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് യേശുരക്ഷയുടെ വലിയ നാമത്തെ വീക്ഷിക്കുന്നു. കേൾക്കുമാറാകട്ടെ. സ്നേഹവനായ ദൈവമേ, സൂര്യപിതാവേ, അവിടുത്തെ പുത്രമുഖാന്തരം ഞങ്ങൾക്ക് സ്തോത്രം വർദ്ധിക്കുന്നു. നിന്നെ ആരാധിക്കുന്നു. നിനക്ക് മഹത്വം കിട്ടുന്നു. ഇളവരായി ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധി കടന്നുവാൻ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ സ്നേഹിച്ചവരുടെ സ്നേഹത്തിനാൽ ഞങ്ങൾക്ക് സ്തോത്രം. പിതാവേ, മുഹൂർത്തത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന നിന്റെ വലിയ പ്രവർത്തികളെ ഓർമ്മ സ്തുതിക്കുന്നു. തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നുവെന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വെക്കാതെ ഞങ്ങൾക്ക് പറയുവാൻ തക്കണം. ഞങ്ങളുടെ പിതാക്കന്മാരോടും ഇളവരായി ഞങ്ങളോടും കാണിച്ച വലിയ ദൈവോർമ്മ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നിന്നെ സ്നേഹിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കാനും പ്രസാദിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഇപ്പോൾ കർത്താവേ, മക്കളുടെ വിവാഹത്തോട് ബന്ധത്തിൽ ഞങ്ങളെ കൊണ്ടെത്തിക്കുവാൻ സാധിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു. കർത്താവേ, നിന്നെ അറിയുവാനും നിന്നെ സ്നേഹിപ്പാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിൽ കൊടുത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. അതിനെ കർത്താവെ അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്മൃതിയോർക്കുന്നതിനെ സ്തുതിക്കുന്നു. കർത്താവിനെ സ്നേഹിപ്പാനും കർത്താവിനെ ജീവിപ്പാനും നീ കൊടുത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. മനുഷ്യലേഖനായിരിക്കുന്നതല്ല എന്ന് അരുതനായ ദൈവമേ, നീ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരുതുകയും ഒരുക്കുകയും ചെയ്തുകൊണ്ട് സ്തുതിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കൊള്ളം തിരുമേനി ഒരുക്കിയ മുഖാന്തരത്തെ ഓർത്തുന്നത് സ്തുതിക്കുന്നു. ദേശത്തെ പാർത്ത് വിശ്വസ്തരാചരിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റണം. അവരൊരുമിച്ച് കർത്താവിനെ ജീവിക്കാൻ കർത്താവിന് വേണ്ടി കൊടുത്ത് അവരുടെ തന്റെ ജീവനം ജയിച്ചുകൊണ്ട് സേവനത്തിൽ മുൻപ് വരുവാൻ ഒരു സഹായിക്കണം പ്രാർത്ഥിക്കണം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവത്തെ അനുഗ്രഹിക്കുകയും തിരുനാമത്തിന് മുഖത്ത് നിലവിടുവാൻ അധികമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ പേരും കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ വിശേഷ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരുവാൻ തിരുമേനിക്ക് സാധിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വത്തോടും പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവമായ ഈസ്തവരൻ ബിജോറിന്റെ പിതാവ് നല്ല ഒരു ഗാന രചയിതാവാണ്. ഇവിടെ ഈ നടത്തുന്ന ശുശ്രൂഷയോടനുബന്ധിച്ച് പാടുന്ന 4 പാട്ടും തൻ്റെ ഗാന അനുബന്ധങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതായ പാട്ടുകളാണ്. ഇപ്പോൾ ഇവിടെ ഇത് വിതരണം ചെയ്തിട്ടുണ്ട്. അതിലെ 2ാമത്തെ പാട്ട് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് എന്നുള്ളതായ ഗാനം ഇവിടെ ആലപിച്ചിട്ടുണ്ടായിരിക്കും. ഈ കോപ്പി ലഭിക്കാത്തവർ അവിടെ അത് എത്തിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. Hey
ഇന്ന് ഇവിടെ നടക്കുന്നതായ വിവാഹ ശുശ്രൂഷ അന്ന് ദൈവം സ്ഥാപിച്ചതായ ആ വിവാഹം ദൈവശാസ്ത്രീയമായ ബൈബിൾ തന്നെ ക്രിസ്തീയ വിവാഹത്തിന് ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായ ഏറ്റവും വലിയ ആലോചനകൾ അടങ്ങിയിരിക്കുന്നത്. കർത്താവിന്റെ ദാസൻ സെക്കൻഡറായ കേരി സാമുവൽ ഇപ്പോൾ ആ ആലോചനകളെ ആസ്പദമാക്കി ചില കൃതകൾ നമ്മെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. ഭാഷയിൽ അല്പം പ്രശ്നം ഉള്ളതുകൊണ്ട് താൻ ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്. സഹോദരൻ TV ദേവി അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തുന്നതായിരിക്കും. ഞാൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. സമയം ചുരുക്കുന്നതിന് വേണ്ടി മലയാളത്തിൽ സംസാരിക്കാം എന്ന് കരുതിയാണ്. കാരണം അടുത്ത ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ഒരാളുണ്ട്. എന്നാൽ മലയാളം സംസാരിക്കാനുള്ള താല്പര്യമോ അല്ലെങ്കിൽ അതിനുള്ള അറിവ് കൊണ്ടോ അല്ല ഞാൻ മലയാളം സംസാരിക്കാൻ വിചാരിക്കും. കാരണം ഞങ്ങൾ സർവീസ് ഇംഗ്ലീഷിലാണ്, മലയാള ബൈബിൾ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഇവിടെ കേരളത്തിലുള്ളവർ സംസാരിക്കുന്ന രീതിയിലുള്ള ആ മാധുര്യമോ ആ ആസ്വാദ്യമോ ഉണ്ടായി കഴിയില്ല എന്ന് മാത്രമേ ആദ്യമായി ഓർക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. വിവാഹത്തോടൊപ്പത്തിലായിരുന്നാലും മറ്റ് നമ്മുടെ ക്രിസ്തീയ ഏത് കൂട്ടങ്ങളോടൊപ്പത്തിലായിരുന്നാലും ദൈവവചനത്തിന് നാം കൂടുതൽ സ്ഥാനവും ധനവും കൊടുക്കാറില്ല. ദൈവവചന ധ്യാനവും എഴുതി പ്രത്യേക ആവശ്യമാണ്. കാരണം നാം പ്രാർത്ഥിക്കുമ്പോഴുള്ള കർത്താവ് നാം സംസാരിക്കുന്നു, ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. അങ്ങനെ ഇന്ന് വന്നുകൂടിക്കുന്ന പല പ്രിയപ്പെട്ട രണ്ട് ഭവനങ്ങളുമായി, രണ്ട് സഹോദരങ്ങളുമായി, ബന്ധുമിത്രാദികളായി പല ഭാവങ്ങളുമായി ചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന ദൂരം കർത്താവ് ഭാഗങ്ങളിടേണ്ടതുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ ചെയ്യാം. ആദ്യമായി ഒരു ചെറിയ വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. The book of Genesis chapter 2 verse 18. ഈ വാക്യം ഗോഡ്നി ആദ്യമായി ഇപ്പോൾ ഞാൻ ഓർക്കുന്നതാണ്. Book of Genesis chapter 2 verse 18. ഉൽപ്പത്തി പുസ്തകം 2:18. And the Lord God said, it is not good that the man be alone. I will make him and help me for him. ദൈവം മനുഷ്യനെ നോക്കിയിട്ട് പറയുകയാണ്, ഇത് നല്ലത്. ഇതിന്റെ പിന്നിലുള്ള ഭാഗങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ചരിത്രം നാം കാണുന്നു. ആ സൃഷ്ടി ചരിത്രം നാം വായിക്കുമ്പോൾ 7 പ്രാവശ്യം സൃഷ്ടിയെ നോക്കിക്കൊണ്ട് ഓരോന്നിനെയും സൃഷ്ടിച്ചിട്ട് കർത്താവ് പറയാണ്, ഇത് നല്ലത് എന്ന് ദൈവം കണ്ടു. 7 പ്രാവശ്യം നല്ലത് എന്ന് ദൈവം കണ്ടു, നല്ലത് എന്ന് ദൈവം കണ്ടു എന്ന് പറഞ്ഞ ശേഷം മനുഷ്യനെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, ഇവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. എല്ലാ സൃഷ്ടിയും നല്ലത് എന്ന് കണ്ട ശേഷം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ബൈബിൾ ആരംഭിക്കുന്നത് ഒരു വിവാഹത്തിലാണ്. നല്ലതല്ല എന്ന് പറഞ്ഞ് യഹോവയായ ദൈവത്തിന് ഒരു വിവാഹം നടത്തിയതായിട്ട് നാം തിരുവനന്തപുരം വായിക്കുന്നു. ആരംഭ സമയത്ത് തിരുവനന്തപുരത്തിൽ വിവാഹത്തോടൊപ്പത്തിൽ ആരംഭിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ നാം സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അവിടെയും ഒരു വിവാഹത്തോട് ബന്ധത്തിലാണ് താൻ ശുശ്രൂഷ ആരംഭിച്ചതെന്ന് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. താൻ ആദ്യം ചെയ്ത അത്ഭുതം
കാനാവിൽ കല്യാണ വീട്ടിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും വിവാഹം ഉണ്ടായിരുന്നു. ഇനിയും ബൈബിളിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ ഒരു വിവാഹം പറഞ്ഞ ശേഷമാണ് ആ തിരുവചനം അവസാനിക്കുന്ന കുഞ്ഞാടിന്റെ കല്യാണം. ഇങ്ങനെ ആരംഭം മുതൽ അവസാനം വരെ പല ഭാഗങ്ങളായി വിവാഹം തിരുവനന്തപുരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹികപരമായിരുന്നാലും മതപരമായിരുന്നാലും ലോക ജാതികളുടെ ഇടയിൽ ലോക ചരിത്രത്തിൽ വിവാഹത്തിന് ഒരു വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ലോക ജാതികളുടെ ഇടയിൽ ക്രിസ്ത്യാനികൾ വിവാഹത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം പോലെ ഉന്നതമായിരിക്കുന്ന ഒരു സ്ഥാനം ലോകത്തിൽ വേറെ ഒരു വിഭാഗവും ഒരു ജാതികളും കൊടുത്തിട്ടില്ല എന്നുള്ളതും വിശേഷാൽ സ്മരണീയമാണ്. ദൈവം ഒരു ഉന്നത നിലവാരം പുലർത്തുവാനാണ്, വിവാഹബന്ധം പുലർത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും പലരെ കൊണ്ടും അത് നടക്കുന്നില്ല. ഞാൻ അനേക വർഷമായി, ഏകദേശം 35 വർഷക്കാലങ്ങളായി സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പലരെയും പല സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ പല സ്ഥലങ്ങളായി പലരെയും കാണുവാൻ സൗകര്യപ്പനോടെയായി കഴിഞ്ഞു. ചിലരുടെ കുടുംബജീവിതത്തെ കണ്ട് സന്തോഷിച്ച് സ്തോത്രം ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലരുടെ കുടുംബജീവിതം കണ്ടിട്ട് അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ ധാരാളമായിപ്പോയല്ലോ, ഇതെങ്ങനെയെങ്കിലും ശരിപ്പെടുത്താൻ ഒക്കുമോ എന്ന് ഭാരപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലൊരു വ്യക്തി കേൾവി സൈനികസാനോട് ഇങ്ങനെ ചോദിച്ചതായി കേട്ടു. ഞാൻ കേൾവി സൈനികസാനെ കണ്ടിട്ടില്ല. ഒരാൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായതായി കേട്ടു, സാറ് വിവാഹത്തെ പറ്റി ഒരു നിർവചനം പറയാമോ? അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. വിവാഹം എന്നുള്ളത് വിവാഹം കഴിക്കാത്ത എത്രയും പെട്ടെന്ന് അതിനകത്ത് കയറാൻ ശ്രമിക്കുന്നത്, വിവാഹം കഴിച്ചവരെ ആ വലയെ വെച്ച് വെളിയിൽ പോകാൻ ശ്രമിക്കുന്നത് ഏതോ ഒന്നാണ് വിവാഹം എന്ന് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരളവിൽ പല വിവാഹങ്ങളും ശരിയായി. എന്നാൽ യഥാർത്ഥ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു കുടുംബ ജീവിതത്തിൽ ഒരു വ്യക്തി ആ വിവാഹ വലയത്തിൽ നിന്ന് ഒരു കാരണത്താലും വെളിയിൽ ചാടുവാൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല എന്നുള്ളത് നാം അനുഭവിച്ചറിയാനുള്ള സംഗതിയാണ്. പലരും ഓർക്കാറുണ്ട്, ഈ ഹണിമൂൺ ടൈമാണ് ഏതെങ്കിലും വിവാഹ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ഒരു സമയം പലപ്പോഴും അങ്ങനെ വളർന്നുള്ളതാണ്. എന്നാൽ ഒരു ആത്മീയ സ്ത്രീ ക്രിസ്ത്യനായിട്ട് നടത്തുന്ന ഒരു സ്നേഹത്തോടുകൂടെ സൗഹാർദ്ദത്തോട് പോകുന്ന ഒരു ക്രിസ്തീയ കുടുംബം നടത്തുന്ന ഒരാൾ ഓരോ ദിവസങ്ങളിൽ കഴിയുമ്പോഴും അവരുടെ സ്നേഹവും വാത്സല്യവും അവരുടെ ആ ബന്ധവും പുലർത്തുവാനെ സാധ്യമാകുകയുള്ളൂ. ഞാൻ 32 വർഷക്കാലമായി വിവാഹിതനായിരിക്കുകയാണ്. ഞാൻ വിവാഹം ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊന്ന് മേശപ്പുറത്ത് കൊട്ടി കഴിഞ്ഞാൽ എന്റെ ഭാര്യ ഒന്ന് മനസ്സിലാക്കി എന്താ ഇങ്ങനെ കൊടുക്കുന്ന മേശപ്പുറത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആക്ഷൻ കാണിക്കുക എന്തൊന്നും മനസ്സിലാക്കിയില്ല. എന്നാൽ ഇപ്പോൾ തന്നെ ഇങ്ങനെ കൈ കാണിച്ചാൽ മതി, ആൾ വന്ന് കണ്ണു ചായ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇന്ന ആൾ വന്നിട്ട് ക്രമീകരിക്കണം എന്നൊരു ആക്ഷനുകൾ അപ്പോൾ വിവാഹം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആക്ഷൻ കാണിച്ചാൽ സ്ത്രീകളോട് നടത്താൻ കഴിഞ്ഞ് അവർക്കൊന്നും മനസ്സിലാകില്ല. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ ആക്ഷൻ കൊണ്ടും എന്റെ മൂവ്മെന്റ് കൊണ്ടും എന്റെ സംസാരം കൊണ്ടും അനേക കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണ്, ഒരു സൗഹാർദ്ദ ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. നാം അടുത്ത് ജീവിക്കുമ്പോൾ എന്ത് വിഷയങ്ങൾ അവളറിയുകയും അവളുടെ വിഷയങ്ങൾ എനിക്കറിയുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം ആ പ്രായത്തിൽ അന്യോന്യം കരുതുവാനും സ്നേഹിക്കുവാനും ആദരിക്കുവാനുള്ള മനസ്സിൽ ആ പ്രായത്തിലുള്ളവർക്കുണ്ട്. അത് വർഷങ്ങൾ കഴിയുമ്പോഴും ആ സ്നേഹബന്ധം കൂടുകയേ ഉള്ളൂ. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് അനേക ക്രിസ്തീയ ജീവിതവും താറുമാറായി തകർന്നു പോയിട്ടുണ്ട്. എപ്പോഴോ തകർന്ന ക്രിസ്തീയ ജീവിതം ഞാൻ കണ്ടു. ഒരിക്കലൊരു വിവാഹ ജീവിതത്തിൽ ആരംഭത്തിലാവുന്ന പ്രശ്നങ്ങളെ എന്നോട് വന്ന് പറഞ്ഞു. ഒരു മാസം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരണം, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മുമ്പൈ മറ്റേ പാർട്ടിയോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങളുടെ പാർട്ടി വന്നു, ഞാൻ എന്നോട് പറഞ്ഞാൽ നിന്റെ അഭിപ്രായം കാണിച്ചു. ഞാൻ പറഞ്ഞു, ഒത്തിരി സത്യബോധങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും, എങ്കിലും അങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് അവൻ ഓഫീസിൽ നേരെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിവരങ്ങൾ ചോദിച്ചു. അതിലേക്കാളും വരാൻ പറഞ്ഞു. പക്ഷെ ഒത്തിരി ശബ്ദബോധങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അവിടെ ചെന്ന്
സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടെ ദേശത്ത് ചുറ്റുപാടുണ്ടായിരുന്ന ആളുകൾ പോലും കേൾക്കത്തക്ക നിലയിലുള്ള ഒറ്റപ്പാട് അവിടെ ഉണ്ടായി. കാരണം എന്താണ്? തമ്മിൽ സ്നേഹമില്ല, സ്വരച്ചേർത്തില്ല, ഞാനാണ് ശരി നീയാണ് ശരി എന്ന് വാദിക്കത്തക്ക നിലയിലുള്ള കാര്യങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ തോന്നുന്നത്. എന്നാൽ ദൈവം വന്നിട്ട് എങ്ങനെ വ്യക്തിജീവിതം നയിക്കാം, എങ്ങനെ കുടുംബജീവിതം നയിക്കണമെന്ന് അനേകം ഭാഗങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഭാഗം പറയുവാൻ എടുക്കുവാനോ എനിക്ക് സമയമില്ല, ഞാനത് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ മൂന്ന് ഭാഗങ്ങൾ മാത്രം റെഫറൻസ് പറഞ്ഞ് 1-2 കാര്യങ്ങൾ ഓർമ്മിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 3 പ്രത്യേകിച്ച് ഭാഗങ്ങൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ, 1 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 3 ഭാഗങ്ങളാണ് തിരുവനന്തപുരത്തിൽ വളരെ ഡയറക്റ്റായിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കുടുംബജീവിതം നയിക്കണം എന്ന് ഓർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഭാഗങ്ങൾ എടുത്ത് പറയുവാനാണ് ഞാൻ പോകുന്നില്ല. എന്നാൽ പൊതുവെ ഒരു കാര്യം ഓർമ്മിക്കട്ടെ, ഈ 3 ഭാഗങ്ങളിലും ഭാര്യമാര് നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരിക്കണം എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഉപദേശം. എന്തുകൊണ്ടാണ് ഭാര്യമാർക്ക് ആദ്യം ദൈവത്തിന്റെ ആത്മാവ് ഈ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. അത് ആവശ്യമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ തോന്നിയിട്ടാണ് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം കീഴ്പ്പെട്ടിരുന്നാൽ അനേക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ചോദിക്കുകയാണെങ്കിൽ അതിനപ്പുറം ചോദിക്കുകയും മുന്നോട്ട് വരികയും ചെയ്യും എന്നുള്ള സംശയമില്ല. ഒരിക്കൽ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരാൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ കുടുംബത്തിന്റെ തലവനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് അനുസരിക്കണം, കേൾക്കണം എന്ന് പറയും. ഭാര്യയോട് വിളിക്കാൻ അവൾ പറഞ്ഞു, നീ ഹെഡുള്ള ഫാമിലിയാണ്, എന്നാൽ ഞാൻ നിന്റെ ശരീരമാണ്. ഹെഡുള്ള ഫാമിലിക്ക് ഞാൻ ശരീരമാണ്. Without my permission, you cannot change my this side or that side. ഞാൻ കഴുത്തുവരെ ഞാൻ അനുഭവിക്കാവുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇരിക്കാൻ പറ്റുന്നു. കാരണം ഈ നിലയിൽ പറയാനും എതിര് പറയാനും സാധ്യത ധാരാളമുണ്ട്. എന്നാൽ അൺകണ്ടീഷണൽ പറയുന്നതാണ് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ കീഴടങ്ങിയിരിക്കണമെന്നല്ല. ഭർത്താവ് നിന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നീ കീഴടങ്ങിയിട്ട് ദൈവത്തിൽ പറഞ്ഞിട്ടില്ല. കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ടാണ് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്. നീ ഒരു കണ്ടീഷണൽ പറയാതെ അൺകണ്ടീഷണലി യു ഹാവ് ടു സബ്മിറ്റ് യുവർസെൽഫ് ടു ദ പ്രസൻസ് ഓഫ് ഗോഡ് ബിഫോർ ദ പ്രസന്റ്. ഇതാണ് ദൈവത്തിൽ പറഞ്ഞത്. നിങ്ങൾ ആ കീഴടങ്ങിയിരിക്കണമെന്ന് പറയുമ്പോൾ ഭാര്യ ഒരു ദാസിയെ പോലെ പഴയ കാലത്ത് ഈ അടിമ കച്ചവടം ഉണ്ടാകുന്ന അടിമക്കാരെ പോലെ നിങ്ങൾ ഭർത്താവ് പറയുന്നതെല്ലാം കേട്ട് അടിച്ചമർത്തിയിരിക്കണം എന്നുള്ളതല്ല. ഒരു ഭാര്യയെ ഉണ്ടാക്കി ആളാണ് കൊടുത്തതെങ്കിൽ ആ നിലയിൽ ഇപ്പോൾ ഭാര്യ കാലിന്റെ കീഴിൽ വെച്ച് ചവിട്ടുമായിരുന്നു. എന്നാൽ കർത്താവ് എങ്ങനെയാണ് ചെയ്തത്? ഈ സൈഡിന് എന്തിനു വേണ്ടി? അവിടുന്ന് ഒരു മനുഷ്യയെ ഉണ്ടാക്കി കൊടുത്തു. ആ ഭാര്യയെ അവന് കൊടുത്തത് ഒരു അടിമയായിട്ട് ചവിട്ടുവല്ല, അവനോട് കൂടെ ഇരിക്കുക, അവന്റെ പ്രയാസങ്ങൾ സൈരിക്കാൻ, അവനോട് കൂടെ പ്രാർത്ഥിക്കാൻ, അവനോട് കൂടെ സമത്വം പുലർത്തുവാൻ അവന്റെ സൈഡിൽ നിന്നാണ് ഇരിക്കുക. അവന്റെ സൈഡിൽ ഇരിക്കണം എന്നുള്ളതാണ് കർത്താവിന്റെ ആഗ്രഹം. ആ നില ആ ഭാര്യ കൊടുക്കണം. സബ്മിഷൻ എന്നുള്ളത് ഉണ്ടായിരുന്നാൽ തന്നെയും അവനോട് ചേർന്ന് അതേ നിലയുള്ള ഈക്വൽ സ്റ്റാറ്റസിന്റെ ഫാമിലി അവനുണ്ട് എന്ന് നാം പറഞ്ഞു പോയത്. വീക്കർ വെസൽ എന്ന ഒരു വീക്കർ വെസൽ, അവർ സ്ത്രീ വീക്കർ വെസൽ ആകുമ്പോൾ വേറെ അർത്ഥം പറയുകയാണെങ്കിൽ മനുഷ്യനൊരു വീക്ക് വെസലാണ്, ബലഹീനമാക്കാം. സ്ത്രീയെ കുറെ കൂടെ ബലഹീനമാക്കാണ്, എല്ലാവരും കിട്ടും. എന്നാൽ അവന്റെ കുടുംബജീവിതം ധന്യമായി നയിക്കുവാൻ രണ്ടുപേരും ഒരുങ്ങണം. ആദ്യമായിട്ട് നിങ്ങൾ പൂർണ്ണമായി കർത്താവിലെന്നപോലെ കീഴടങ്ങിയിരിക്കാൻ സമ്മതിക്കുകയുണ്ട്. എന്നാൽ കർത്താവിനോട് 3 ഭാഗങ്ങളിലും രണ്ടാമതാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. ഭർത്താക്കന്മാർ പറയുന്നത് ഭാര്യമാര് സബ്മിസീവായിട്ട് വിനിയോഗപ്പെട്ടിരിക്കാതെ സ്നേഹിക്കണമെന്നല്ല. This was also an unconditional demand. Broken family
will have an experience of hell. ഒരു നരകത്തിന്റെ ഒരു അനുഭവമായിരിക്കും സ്പോക്കൺ ഭാഗം ഉണ്ടാകുന്നത്. അതേസമയത്ത് തന്നെ ഒരു ഹാർമോണിയ സ്വാമികളായി കാണിക്കൽ ഒരു ഹെവൻലി എക്സ്പീരിയൻസ്, സമാധാനം, സന്തോഷം എല്ലാം അവിടെ നിലവിലുണ്ട്. ഈ നിലയിലാണ് കർത്താവ് നമ്മെ സംബന്ധിച്ചോളം ആഗ്രഹിക്കുന്നത്. ഇന്ന് പലപ്പോഴും പരാജയം എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഈ രണ്ട് ദ്വീപേഴ്സാണ്. ചില ഭാര്യമാരുടെ ഭരണത്തില് ഭർത്താക്കന്മാരുടെ സ്ഥാനങ്ങളിൽ ഈ കാര്യങ്ങൾ ദ്വീപേഴ്സാണ്. ആ ഭാര്യ ഭർത്താവായിരിക്കും, ചിലപ്പോൾ ഭർത്താവ് ഭാര്യയുമായിട്ട് കീഴ്പ്പെട്ട ഭാര്യയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക, ചിലപ്പോൾ ഭർത്താവ് നേരെ തിരിച്ചിരിക്കുക. അങ്ങനെ ഇങ്ങനെയും നേരെ ഈ ഉപദേശം തിരിച്ചു പോകുന്നതുകൊണ്ട് ആകമാനം താറുമാറായി പോവുക തന്നെ ചെയ്യും എന്നുള്ള സംശയമില്ല. ഇന്ന് അനുസരിച്ച് മാതാപിതാക്കന്മാരെയും അധ്യാപകന്മാരെയും സഭാ മൂപ്പന്മാരെയും അനുസരിക്കാത്ത ഒരു യുവതലമുറയാണ് ഇന്ന് നാം കാണുന്നത്. പലപ്പോഴും ഓർമ്മയുണ്ട്, ഈ തലമുറ മുന്നോട്ട് ഈ നിലയിൽ പോയി എങ്ങനെ എവിടുത്തെ എത്തും എന്ന് ഓർക്കാറ്. പ്രായമുള്ളവർ പലപ്പോഴും പറയും, പിള്ളേർ അനുസരണം കെട്ടവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാൻ പറഞ്ഞത്. ശരിയാണ്, പിള്ളേർ അനുസരണം കെട്ടവരാണ്. കിട്ടിയിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആ റിബല്യസ് ആറ്റിറ്റ്യൂഡ് പുലർത്തി വരുവാൻ ഒരു കാരണമായി തീർന്നതാണ് പ്രധാന കാരണം. അനേക കാരണങ്ങൾ കാണും. കുടുംബത്തിൽ ഒരു സ്വൈരമായി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ മക്കൾ അന്യാധീനമായി വേറെ വിധത്തിൽ പോകുവാൻ 90% സാധ്യതയില്ല. കുടുംബത്തിൽ ചില തകരാറുകൾ ഉണ്ടായിരിക്കും. ഞാൻ കൗൺസിലിംഗ് പഠിച്ചിട്ടുണ്ട്, കൗൺസിലിംഗ് പല നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. എന്ന ഒരു മർമ്മമാണ് എന്റെ ലേഖനം 5-ാമത്തെ വായിക്കും. ഓരോ വിവാഹവും നടക്കുമ്പോൾ ഇതൊരു മർമ്മം നമ്മെ വിളിച്ചറിയുകയാണ്. വെളിപാട് പുസ്തകത്തിൽ കാണുന്നത് കുഞ്ഞാടിന്റെ വിവാഹവും വന്നത്. ഈ വിവാഹം രണ്ട് വിശ്വാസികളിൽ നിന്നുള്ള വിവാഹം ഇവിടെ നടക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മണവാളനായി ദൈവജനം മണവാട്ടിയായി നടക്കുവാൻ പോകുന്ന വിവാഹങ്ങളെ ഇത് വിളിച്ചറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ഓരോരുത്തരും കേൾക്കുന്ന ഓരോരുത്തരും ഒരു കാര്യം ഞാൻ ചോദിച്ചത്, ഇവിടെ ഇരിക്കുന്ന കർത്താവിനെ വിശ്വസിച്ചിരിക്കുന്ന ഓരോരുത്തരും ആ മണവാളിന്റെ ആ വിവാഹത്തോടുകൂടി ഞങ്ങൾ നാം പങ്കാളികളായിരിക്കും. എന്നാൽ കർത്താവിനെ സ്വീകരിക്കാത്തവരായിട്ട് നിങ്ങളുടെ സാന്നിധ്യം ഏതെങ്കിലും ആകട്ടെ, ഏതെങ്കിലും സമുദായത്തിലോ ഏതെങ്കിലും മതത്തിലോ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കട്ടെ, നിങ്ങൾ കർത്താവായ യേശുവിന്റെ ആ മണവാട്ടി മതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം കർത്താവായ യേശുവിനെ അംഗീകരിക്കുകയും അവന്റെ സഭയുടെ അംഗമായി തീരുകയും ചെയ്തല്ലാതെ നിങ്ങൾ ആ മണവാട്ടി മതത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. ഈ ഒരു മതമാണ് ഈ നമ്മെ ഓർമ്മിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മണവാട്ടി സഭയുടെ അംഗമായി തീരുമാനിക്കുന്നു. ഇതുവരെ കർത്താവായ യേശുവിനെ സ്വീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അതിനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ഇരുവർക്കും സകല മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് അവരുടെ വിവാഹ ജീവിതം ഏറ്റവും ഫലമായി തീരട്ടെ എന്നുള്ള ആശംസകളോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ കേൾക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നു. പാഠപുസ്തകത്തിലെ 4-ാമത്തെ പാട്ട് മഹാവിശ്വസ്തന ഞങ്ങൾ പിതാവ് എന്നതായ ഗാനം ഗായകസംഘം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. Oh
It's a great joy for me to be here this morning. I have known Dindo and Smita for over 5 years. രാവിലെ ഇന്നും ഭാഗമായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇതേയും ജിജോയിനെയും എനിക്ക് നന്നായിട്ട് അറിയാം. He is very much part of our assembly in Bangalore, and some of our members are here this morning to share their joy. ഞങ്ങൾ ബാംഗ്ലൂരിലുള്ളതായ സഭയിൽ ഞങ്ങൾ അംഗമാണ്. ഭവ്യമായിട്ട് സന്തോഷമായ കൂട്ടായ്മകളും ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അനുഭവിച്ചു. A friend visited a couple who had been married for 10 years. കഴിഞ്ഞ 10 വർഷമായിട്ട് വിവാഹിതരായിരിക്കുന്ന ദമ്പതികളെ സ്നേഹിതൻ കാണുകയുണ്ടായി. And he asked the couple, how are you getting on? എങ്ങനെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നു, സന്തോഷമായിട്ടാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. They said, when we were married 10 years ago, the pastor gave us 10 guidelines for a happy family life. 10 വർഷം മുമ്പ് ഞങ്ങൾ വിവാഹിതരായപ്പോൾ ഞങ്ങളെ വിവാഹ ശുശ്രൂഷകൻ 10 നിർദ്ദേശങ്ങൾ സുഖകരമായ സന്തോഷകരമായ വിവാഹ ജീവിതമായിട്ട് ഞങ്ങളെ പരിവേൽപ്പിക്കുകയുണ്ടായി. So he said, how is it going on now after 10 years? 10 വർഷത്തിന് ശേഷം ആ കാര്യങ്ങളൊക്കെ എങ്ങനെ പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് എന്ന് അന്വേഷിക്കുകയുണ്ടായി. He said, now we have 10 children and no guidelines. ഇപ്പോൾ ഞങ്ങൾക്ക് 10 മക്കളുണ്ട്, ഒരു നിർദ്ദേശങ്ങൾ ഞങ്ങൾ പാലിക്കാറില്ല. It is a sad story, അത് വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ്. which I am sure will not take place in the case of Jiddo and Smita. ഈ വിവാഹിതരാകുന്നതിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ന്യായമായിട്ട് പ്രതീക്ഷിക്കാം. Joshua said in chapter 24 and 15, as for me and my house, we will serve the Lord. യോശുവയുടെ പുസ്തകം 24 ഞാൻ വായിക്കുന്നത്, ഞാൻ എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നതാണ്. He was an elderly man, around 100 years old. He gathered the nation together for his final and farewell speech. ഏകദേശം 100 വർഷം പ്രായമുള്ള വയോവൃദ്ധനായ യോശുവ ജനത്തെ കൂട്ടിവലിച്ചുകൊണ്ട് തന്റെ അവസ്ഥയെ സന്ദേശം നൽകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞത്. Joshua was a man who took his responsibility towards his family very seriously. തന്റെ കുടുംബത്തോടുള്ളതായ ഉത്തരവാദിത്തങ്ങൾ വളരെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു യോശുവ. So there are many men, fathers, husbands who are here. ഇവിടെ പല മാതാക്കളും പിതാക്കളും സ്നേഹിതന്മാരും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. And for the benefit of Jiddo and Smita and all of our families, I want to share a few things about Joshua's decision. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ജിജോയ്ക്കും സ്മിതയ്ക്കും വേണ്ടി ദൈവത്തിലുള്ള യോശുവയുടെ ചരിത്രത്തിലെ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Joshua confronted the whole nation with a challenge. He said,
today you must choose which God you are going to serve. ആ രാഷ്ട്രത്തെ അല്ലെങ്കിൽ ആ ജാതിയെ അഭിസംബോധന ചെയ്യുന്നത് യോശുവ പറഞ്ഞു, നിങ്ങൾ ഇന്ന് വെല്ലുവിളി തിരഞ്ഞെടുക്കണം, നിങ്ങൾ ആരെ സേവിക്കുമെന്ന് ഇന്ന് തീരുമാനിക്കുക. There were the gods of Mesopotamia, മെസൊപ്പൊത്താമിയയിൽ നിന്നുള്ള ദൈവം, വെളിപ്പെട്ട ദൈവം, there were the gods of Egypt, ഇസ്രായേലിന്റെ ദൈവങ്ങൾ, there were the gods of Canaan. കനാൻ നാട്ടിലേതായ ദൈവങ്ങൾ. They had a variety of gods to choose from. അങ്ങനെ തിരഞ്ഞെടുക്കുവാൻ വളരെയധികം ദേവന്മാരുള്ള രാജ്യത്താണ് അവർ നിൽക്കുന്നത്. എന്ന് പറയുന്ന പ്രസിദ്ധനായ വേദ പഠിതാവ് ഉണ്ടായിരുന്നു. His son got married. അദ്ദേഹത്തെ മകൻ വിവാഹനാകുമ്പോൾ They set up their home beautifully. വളരെ മനോഹരമായിട്ട് ആ വീട് അനുകരിച്ചു. And he said, Daddy, please come and see our new home. ആ പ്രിയപിതാവ് ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നു വരുന്നു, അത് പുതിയ ഭവനം കണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞു. So Campbell Morgan came to visit at the home of the newly married couple. ആ പുതിയതായിട്ട് വിവാഹിതരായ ആ ദമ്പതികളെ കാണുവാനായിട്ട് ക്യാമ്പിൽ മോഹൻ ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. He walked through every room of the house. എല്ലാ മുറികളും ചുറ്റി നടന്ന് കാണുകയുണ്ട്. Everything was very posh and spick and span, and the house was beautifully arranged. ആ ഭവനത്തിലെ ഓരോ കാര്യങ്ങളും അതിമനോഹരമായിട്ട് ക്രമീകരിക്കുകയും നല്ല നല്ല സാധനങ്ങൾ കൊണ്ട് ഭംഗിയായിട്ട് അലങ്കരിക്കുകയും ചെയ്തു. He came back to the living room and he sat down on the sofa. അവിടെ എല്ലാവരും കൂടി വരുന്നതായ ആ മുറിയിലേക്ക് നടന്ന സോഫ ഇരുന്നു. The son also came and sat along with him. തന്റെ മകനും അതിന്റെ അടുത്ത് തന്നെ ഉപയോഗിച്ചതായി. He was excited. He said, Daddy, what do you think about our new house? ആ വളരെ ആവേശത്തോടെ മകൻ ചോദിച്ചു, പ്രിയ പിതാവേ, ഞങ്ങളുടെ ഭവനത്തെക്കുറിച്ച് എന്ത് അഭിപ്രായമാണുള്ളത്? And Campbell Morgan had said to his son, ക്യാമ്പിൽ മോഹന്റെ മകനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, Son, your house is really beautiful. നിങ്ങളുടെ ഭവനം വളരെ മനോഹരമായിട്ടുണ്ട്. But anybody who goes through your house would not know whether you're serving God or serving the devil. ഈ ഭവനത്തിൽ ചുറ്റിയാണെന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ദൈവത്തെയാണോ ശാരിയാണോ സേവിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകാത്ത രീതിയിലാണ് കാര്യങ്ങൾ. That day his son went and got a placard and put it on the wall. As for me and my house, we will serve the Lord. ആ മകൻ അതുകൊണ്ട് വേഗം പോയിട്ട് ഞാൻ എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കുന്നത് വാക്യം എഴുതി ആ ബോർഡ്, വലിയൊരു ബോർഡ് അത് ആ മതിലിന്റെ തൂക്കിയുണ്ട്. So it will be good for Jethro and Smitha to put a placard on their house. Christ is the head of this home. അതുകൊണ്ട് ജിയോയിലേക്കും അവരുടെ ഭവനത്തിൽ ക്രിസ്തുവാണ് ഭവനത്തിൽ നാഥൻ എന്ന് അവർ മതിലിന്മേൽ എല്ലാവരും കാലിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. So everybody who comes in there will straight away know that they serve Jehovah God. അതുകൊണ്ട് ആ ഭവനത്തിൽ കിടന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവർ യഹോവയെ സേവിക്കുന്നവരാണ്. Joshua's decision was also a very daring one. ആ യോശുവയുടെ തീരുമാനം വളരെ ധൈര്യമുള്ള തീരുമാനമാണ്. He said, I don't care what you all decide. I have decided to serve Jehovah God. നിങ്ങളൊക്കെ എന്ത് തീരുമാനമെടുത്താലും എനിക്ക് പരാതിയില്ല, ഞാൻ യഹോവയെ സേവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. Joshua was ready. യോശുവ പിന്നീട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ മാത്രമല്ല എന്റെ ഭവനവും എന്നോട് ചേർന്ന് യഹോവയെ സേവിക്കും. Many people say, as for my family, minus me, we will serve the Lord. പല ആളുകളും പറയുന്നത് എന്റെ കുടുംബം യഹോവയെ സേവിക്കും, ഞാൻ ആ കാര്യത്തിൽ ഉണ്ടായിരിക്കില്ല എന്നാണ്. Religion is for the women and the children. ആ സ്ത്രീകൾ സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കുമാണ് ഭക്തിയുടേതായ കാര്യങ്ങൾ ആവശ്യമുള്ളത്. There is a beautiful song of consecration that we sing, Take my